ഹായ്. ഇന്നപ്പോൾ ആദിക്കുട്ടന് വാക്സിൻ എടുക്കാൻ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. ആദിക്കുട്ടന് 9 മാസം പൂർത്തിയായി. അവനപ്പോൾ വാക്സിൻ എടുക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് കുറച്ച് കാര്യങ്ങൾ രാവിലെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡും എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയുമായിരുന്നു. കടലക്കറി വേവിക്കാൻ വെച്ചു. പിന്നെ നമുക്കുള്ളത് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മീൻ മേടിച്ച് പഴയ ടേസ്റ്റ് വരും. അപ്പോൾ പിന്നെ നമുക്ക് പച്ചക്കറി തന്നെ ശരണം. ബീട്രൂട്ട് തോരനും വെച്ച് ഞാൻ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് അടുപ്പിൽ വേവുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റൗവും വർക്കിംഗ് ആണ്. സ്റ്റൗവിൻ്റെ അങ്ങോട്ട് തികയുന്നില്ല. 3 എണ്ണം ഉണ്ട്. അത് നമുക്ക് തികയുന്ന പോലുമില്ല. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും തീയിൽ വെച്ചു. അതിന് ഇടയിലൂടെ ഇക്കായെ പറഞ്ഞു വിട്ട് ചോറും കൊടുത്ത് അതിനുശേഷം ആദിക്കുട്ടൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ധൃതി പിടിച്ച് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സെൻറ്ററിലാണ് പോയത് കേട്ടോ. അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് നേരം എന്ന് പറയുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്യും. വാക്സിൻ എടുക്കുമ്പോൾ കുട്ടന് കരയുമല്ലോ എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ അവനങ്ങനെ കരഞ്ഞില്ല കേട്ടോ. അവൻ ആ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് 2 കൈക്കും വലത്തെ കാലിനും ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ. അവൻ അന്നേരം ഇപ്പോൾ ഒരു കൊതുക് കുത്തിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഒന്ന് കരഞ്ഞതേ ഉള്ളൂ. ഞാനാകെ പേടിച്ചിരിക്കുകയായിരുന്നു, അവൻ കരയുമല്ലോ എന്നോർത്ത്. അപ്പോൾ എന്തായാലും അങ്ങനെ പേടിച്ച രീതിയിലുള്ള കരച്ചിലൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് അതും ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.